ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഗാസയിൽ ശാശ്വത സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 25 കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനായതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 2030 രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം $4000 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർച്ച് റിപ്പോർട്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. വാർത്തകൾ വിശദമായി. ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സമാധാന സംഘം ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. ഇതു സംബന്ധിച്ച് US പ്രസിഡന്റ് ശ്രീ മോദിക്ക് കത്തയച്ച കാര്യം ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ സമൂഹമാധ്യമത്തിൽ പങ്കിട്ടു. ആഗോള സംഘർഷം പരിഹരിക്കുന്നതിനുള്ള പുതിയ സമീപനത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ കഴിയുന്നത് വലിയ ബഹുമതിയാണെന്ന് ട്രംപ് കത്തിൽ സൂചിപ്പിച്ചു. 25 കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനായതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിയെക്കുറിച്ച് കോൺഗ്രസ് തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് കുറഞ്ഞത് 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്നതാണ് നിയമമെന്നും ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ ശ്രീ ചൌഹാൻ പറഞ്ഞു. 100 दिन के बजाय 125 दिन के काम की गारंटी अगर दी है तो विकसित भारत जी राम जी योजना के अंतर्गत दी गई है और केवल काम का अधिकार नहीं दिया है. 15 दिन के अंदर बेरोजगारी भत्ता देना पड़ेगा. उसका कागजी नहीं पुख्ता इंतजाम किया है. डिसएंटाइटलमेंट के क्लास को ही हटा दिया. आपने कागज पर अधिकार दिया था, हमने जमीन पर उसको मजबूत करने का काम किया है. ये कानून पूरे देश में एक साथ लागू होगा. कोई भी ग्राम पंचायत इसके दायरे के बाहर नहीं रहेगी. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇന്ത്യ UAE സമഗ്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച വഴിയൊരുക്കും. UAE പ്രസിഡന്റായതിനു ശേഷം ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ 3ാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത്. പോളണ്ട് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ റാഡോസ്ലാവ് സിക്കോർസ്കി വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി ശ്രീ ജയശങ്കർ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോളണ്ടുമായി ഇന്ത്യയ്ക്കുള്ളത് ഊഷ്മളമായ ബന്ധമാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് സിക്കോർസ്കി ഇന്ത്യയിലെത്തിയത്. 2030 ആകുമ്പോഴേക്കും രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം $4000 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർച്ച് റിപ്പോർട്ട്. നിലവിലെ ലോകബാങ്ക് വിഭാഗീകരണം അനുസരിച്ച് ചൈനയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഒപ്പമായിരിക്കും ഇന്ത്യയുടെ സ്ഥാനമെന്നും റിപ്പോർട്ട് പറയുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച് 62 വർഷങ്ങൾക്ക് ശേഷം 2009 പ്രതിശീർഷ വരുമാനം $1000 റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2026 ആകുമ്പോഴേക്കും ഇത് $3000 കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28 ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29 പാർലമെന്റിൽ സമർപ്പിക്കും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. വിശദാംശങ്ങളിലേക്ക്. ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ സഭാ സമ്മേളനമാണ് നാളെ ചേരുന്നത്. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഈ മാസം 22, 27, 28 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. 29 ധനമന്ത്രി KN ബാലഗോപാൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ 4 വരെ ബജറ്റിനെക്കുറിച്ചുള്ള പൊതു ചർച്ചയാണ്. ഫെബ്രുവരി 6 മുതൽ 22 വരെ സഭ ചേരില്ല. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 19 വരെ 2026-27 ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കും. 2025-26 അന്തിമ ഉപധനാഭ്യർത്ഥനകളെയും 2026-27 ബജറ്റിനെയും സംബന്ധിച്ച 2 ധനവിനിയോഗ ബില്ലുകൾ സഭയിൽ പാസാക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
ഇന്ത്യ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബുധനാഴ്ച തുടക്കമാകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് സമ്മേളനം. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച് ഇന്ത്യൻ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ആഗോള സമ്മേളനമാണിത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ 70-ലധികം രാജ്യങ്ങളിൽ നിന്നായി 100ഓളം അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാമത് വാർഷിക യോഗത്തിന് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്. 5 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 3000-ലധികം ആഗോള നേതാക്കൾ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, പ്രഹ്ലാദ് ജോഷി, കെ രാംമോഹൻ നായിഡു തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്ന് 100-ലധികം സിഇഒമാരുൾപ്പെട്ട സർക്കാർ പ്രതിനിധി സംഘവും ദാവോസിലെത്തിയിട്ടുണ്ട്. കർണാടക, ഉത്തർപ്രദേശ്, കേരളം, തെലങ്കാന ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളുടെ പവലിയനുകളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 86ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ഉത്തർപ്രദേശ് നിയമസഭയിൽ തുടക്കമായി. 3 ദിവസത്തെ സമ്മേളനത്തിൽ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, സഭയുടെ നടത്തിപ്പ് തുടങ്ങിയവ ചർച്ച ചെയ്യും. ഈ മാസം 21-ന് സ്പീക്കർ ഓം ബിർളയുടെ സമാപന പ്രസംഗത്തോടെ സമ്മേളനം അവസാനിക്കും. കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഥമ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായയിൽ തുടക്കമായി. മാഘഗുപ്ത നവരാത്രി ആരംഭ ദിനമായ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധ്വജാരോഹണം നടത്തി മേള ഉദ്ഘാടനം ചെയ്തു. ഇന്നു മുതൽ ഫെബ്രുവരി 3 വരെയാണ് മേള നടക്കുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. പഞ്ചാബിനെതിരെ ഈ മാസം 22-നാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഡിസംബറിൽ ആരംഭിച്ച് കണ്ണൂരിലും വയനാട്ടിലുമായി നടന്ന പരിശീലന ക്യാമ്പിൽ മികവ് തെളിയിച്ച 22 പേരാണ് അന്തിമ ടീമിലുള്ളത്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സ്ഥാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൃഢനിശ്ചയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് രാജ്യം അഭിനന്ദനം അറിയിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദുരന്തഘട്ടങ്ങളിൽ രാജ്യം ആശ്രയിക്കുന്ന വിശ്വാസത്തിന്റെ സ്തംഭമായി NDRF മാറിയതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഒഡീഷയിലെ സ്വാതന്ത്ര്യ സമര സേനാനി പാർബതി ഗിരിയുടെ ജന്മശതാബ്ദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കൊളോണിയൽ ഭരണം അവസാനിപ്പിക്കാനുള്ള സമരത്തിൽ പാർബതി ഗിരി പ്രശംസനീയമായ പങ്കുവഹിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാമൂഹിക സേവനം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങളിലുള്ള പാർബതി ഗിരിയുടെ സംഭാവനകൾ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. രാജ്യത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് പട്ടികയിലെ തിരുത്തലുകൾക്കായി അനുവദിച്ചിരുന്ന സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഈ മാസം 30 വരെ സമയപരിധി നീട്ടി നൽകിയത്. കേരളത്തിൽ കരട് പട്ടിക ഇക്കഴിഞ്ഞ ഡിസംബർ 23-നാണ് പ്രസിദ്ധീകരിച്ചത്. തിരുത്തലുകൾക്കുള്ള കാലയളവ് ഈ മാസം 22 വരെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 560 പോയിന്റ് താഴ്ന്ന് 83,011-ലും നിഫ്റ്റി 177 പോയിന്റ് നഷ്ടത്തിൽ 25,517-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,06,840 രൂപയാണ് ഇന്നത്തെ വില. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ ഇന്നും പുരോഗമിക്കുന്നു. പ്രദേശത്ത് 2 ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് വിവരം. ഇന്നലെ വൈകുന്നേരത്തോടെയുണ്ടായ ഏറ്റുമുട്ടലിൽ 8 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. കരസേനയുടെ ജമ്മു ആസ്ഥാനമായുള്ള വൈറ്റ് നൈറ്റ് കോർസ് ഓപ്പറേഷൻ പ്രാഷി 1 എന്ന് പേരിട്ടിരിക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായാണ് ഇന്നലെ തെരച്ചിൽ ആരംഭിച്ചത്. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 4 വനിതാ കേഡർമാർ ഉൾപ്പെടെ 6 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാസയിൽ ശാശ്വത സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ബോർഡ് ഓഫ് പീസിന്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 25 കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനായതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 2030ഓടെ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം $4,000 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർച്ച് റിപ്പോർട്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.